Hi dears, welcome back to Silent Learning. It's me Abdullah Bakar. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണത് ഹൗ, വെൻ ആൻഡ് വെയർ എന്നുള്ള ചാപ്റ്റർ അല്ലെ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇയേഴ്സിനുള്ള പ്രാധാന്യത്തെ കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് പഠിക്കുന്നത്. വർഷങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ്, നമ്മളിപ്പോൾ എന്തൊരു ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലും എന്തുണ്ടാവും, ഈ വർഷമാണ് നടന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത് ഇത് തന്നെയാണ് അല്ലെ. ഈ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കുറെ ഇയേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറെ ഡേറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ പല കുട്ടികൾക്കും ഹിസ്റ്ററി പഠിക്കാൻ മടിയും എന്തുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കുറേ വർഷങ്ങൾ ഓർമ്മിച്ച് വെക്കണം, കുറേ ഡേറ്റുകളൊക്കെ ഞങ്ങൾ ഓർമ്മിച്ച് വെക്കണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിസ്റ്ററി താല്പര്യമില്ല എന്ന് പറയുന്ന കുറേ മക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഹൗ ഇമ്പോർട്ടൻറ്റ് ആർ ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ ചരിത്രത്തിനുള്ള പ്രാധാന്യം എന്ന് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ എന്താ പറയുക, വർഷങ്ങൾക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ചെറുതല്ല അല്ലെ, വലിയതാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോഴും വർഷങ്ങൾ കിട്ടാറുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് നടക്കുന്നു, ആ ഇവന്റിന്റെ കൃത്യമായിട്ട് ഡേറ്റ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെയാണ് നോട്ട് ചെയ്യാറ്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഡേറ്റ്സിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹൗ ഇമ്പോർട്ടൻസ് ആർ ഡേറ്റ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട് ബിക്കോസ് ഹിസ്റ്ററി ഈസ് റെക്കോർഡ് ക്രോണോളജിക്കലി. നമുക്ക് കാണാൻ പറ്റും ഹിസ്റ്ററി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ എന്തൊരു കാര്യം പറയുമ്പോഴും ഈ സെഞ്ചുറി എന്ന് നമ്മൾ പറയാം, അതുപോലെ തന്നെ ഈ വർഷത്തിൽ നടന്ന കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ ഇയർ ആണ് നമ്മൾ പറയാം. ഇപ്പോൾ ഇന്ത്യൻ ഫ്രീഡം അറ്റൈൻ ചെയ്ത് ഏത് വർഷമാണ്, ഏത് ഇയർ ആണ് എന്നാണ് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ കേരള വാസ് ഫോംഡ്, അല്ലെങ്കിൽ കേരളം ഏത് വർഷമാണ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇയർ ആണ് നമ്മൾ നോക്കുക. എന്തിന് നമ്മുടെ ജനിച്ചതുപോലെ, നമ്മുടെ എന്താ പറയുക, നമ്മൾ ജനിച്ച പോലെ നമ്മൾ വർഷമാണ് നമ്മൾ കണക്കൂട്ടാൻ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ചരിത്രത്തിൽ എന്തിനു വലിയ പ്രാധാന്യമുണ്ട്, ഡേറ്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ക്രോണോളജിക്കലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ബിക്കോസ് ഹിസ്റ്ററി റെക്കോർഡഡ് ക്രോണോളജിക്കലി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാലക്രമണ അടിസ്ഥാനത്തിലാണ്, കാലഘടനയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Then it helps to know that one event happened before another event. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്താ പറയുക, പല സംഭവങ്ങൾ നടന്നതിൽ എന്താ പറയുക, ഒന്നിനു ശേഷം മറ്റൊന്ന് നടക്കുന്നു, അല്ലെങ്കിൽ ഒന്നിനു ശേഷം മറ്റൊന്ന് സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഇന്ത്യ ഫ്രീഡം അറ്റൈൻ ചെയ്ത വർഷം, ദെൻ കേരളം ഫോം ചെയ്ത് ഒബ്വിയസ്ലി എന്തിനു ശേഷമായിരിക്കും, ഇന്ത്യ ഫ്രീഡം അറ്റൈൻ ചെയ്തതിന് ശേഷമായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ വർഷവും അതിനുള്ള പ്രാധാന്യവും അതിനുശേഷവും മുമ്പ് നടന്നിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ എന്തിന് വലിയ പ്രാധാന്യമുണ്ട്, ഈ ഇയേഴ്സിന് അല്ലെങ്കിൽ ഈ ഡേറ്റ്സിന് വലിയ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സോ ദാറ്റ് വൺ ക്യാൻ എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവന്റ്സ്. അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ രണ്ട് ഇവന്റ്സ് കാണുമ്പോൾ ഈ ഇവന്റ്സ് ഏതിനു ശേഷമാണോ മുമ്പാണോ എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡേറ്റ്സ് ഓൾസോ സെർവ് ടു മാർക്ക് പീരിയഡ്സ് ഇൻ ഹിസ്റ്ററി. നമുക്കിവിടെ കാണാൻ പറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പീരിയഡ്സ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചരിത്രം ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരു പെർട്ടിക്കുലർ വർഷം കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാറുണ്ട്, കാലഗണന കൂടി നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. ഈ ഒരു പീരീഡ് ആണ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഡേറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചരിത്രത്തിൽ വർഷങ്ങളുടെ പ്രാധാന്യം ചോദിക്കുമ്പോൾ ചരിത്രം രേഖപ്പെടുത്തുന്നത് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എന്താ പറയുക കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഈ വർഷം നടന്ന ഒരു കാര്യം, ഒരു രാജാവ് എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ പവർ എന്ത് ചെയ്യുന്നു, ഒരു രാജാവ് പവർ അറ്റൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ പവർ ഗെയിൻ ചെയ്യുന്നു, ദെൻ അയാളുടെ പവർ നഷ്ടപ്പെടുന്നു, അയാൾ മരിക്കുന്നു. അങ്ങനെ ഓരോ എന്തുണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ഉണ്ടാവും അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി വാർ ഉണ്ടാവുന്നു, രണ്ട് രാജ്യങ്ങൾ തമ്മിലാവട്ടെ അല്ലെങ്കിൽ എന്താ പറയാ, രണ്ട് ലോകത്തെ ശക്തികൾ തമ്മിലാവട്ടെ, ഇപ്പോൾ വേൾഡ് വാർ പോലെയുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ ഇയേഴ്സിലാണ് ഈ ഒരു ഇവന്റ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വർഷം മുമ്പാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെ. അപ്പോൾ ചരിത്രത്തിൽ എന്തിനു വലിയ പ്രാധാന്യമുണ്ട്, നമ്മൾ ഈ പറയുന്ന വർഷങ്ങൾക്ക്, ഇയേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം എല്ലാത്തിനും നമുക്ക് എന്താ പറയുക, ഇയേഴ്സ് വെച്ചിട്ട് കണക്ക് കൂട്ടാന്ന് പറയുന്നത് അത്ര പോസിബിൾ ഒന്നല്ല, അത് നമ്മൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഹിസ്റ്ററി എന്നുള്ളത് നമുക്ക് നോക്കാം. ഹിസ്റ്ററി സെർട്ടൻലി അബൌട്ട് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഓവർ ടൈം. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങളുടെ രേഖപ്പെടുത്തലാണ് എന്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ഇപ്പൊ പണ്ടുണ്ടായിരുന്നത് നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ പോലെ തന്നെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എന്ത് വന്നിട്ടുണ്ട്, ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ചേഞ്ചസിന്റെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് ഫൈൻഡിങ് ഹൗ തിങ്സ് വെയർ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹൗ തിങ്സ് ഹാവ് ചേഞ്ച്. നമുക്കിവിടെ ഇതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടെത്തുന്നത്, മുമ്പ് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്, ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. ഇത് നമ്മൾ എന്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്, ചരിത്രത്തിലൂടെയാണ്, ഹിസ്റ്ററിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഹിസ്റ്റോറിയൻ, എന്താണ് ചരിത്രകാരൻ എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. എ ഹിസ്റ്റോറിയൻ ഇസ് എ പേഴ്സൺ ഹു സ്റ്റഡീഡ് ആൻഡ് റൈറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ്.
ആരാണ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരാണ് ചരിത്രകാരൻ? ഹിസ്റ്റോറിയൻ എന്ന് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഹിസ്റ്ററി ഹിസ്റ്റോറിയൻ എന്ന് പറയുന്ന ആരാണ്? ഇത്രയേ ഉള്ളൂ. എ ഹിസ്റ്റോറിയൻ ഈസ് എ പേഴ്സൺ ഹു സ്റ്റഡീഡ് ആൻഡ് റൈറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ച് എഴുതുകയും പഠനം നടത്തുകയും എഴുതുകയും ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. ചരിത്രകാരൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. ഇവരാണ് കൃത്യമായിട്ട് വർഷങ്ങളും ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് എന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നത് കേട്ടോ. ലിവിംഗ് ഇൻ ദ വേൾഡ് വി ഡു നോട്ട് ഓൾവേസ് ആസ്ക് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് വാട്ട് വി സീ അറൌണ്ട് അസ്. നമുക്ക് ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള പല കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാനുള്ള ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവോ? ഇല്ല. At the same time, but if we begin to learn about the many objects we see or use, it will be historical question. നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ചുറ്റുപാടുള്ള ചില കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നാം? ഇത് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഇത് എപ്പോഴാണ് ആരംഭിച്ചത്? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സംശയം വരാറുണ്ട് അല്ലെ? ഇത് എപ്പോഴാണ് ആരംഭിച്ചത്? സാർ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫോൺ, ഒരു മൊബൈൽ ഫോൺ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ നമ്മൾ കാണുമ്പോൾ ഈ മൊബൈൽ ഫോൺ ഏത് വർഷമായിരിക്കും ആരംഭിച്ചിട്ടുണ്ടാവും? ഏത് ഘട്ടത്തിലായിരിക്കും, ഏത് കാലത്തായിരിക്കും ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലെ? നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ടെങ്കിൽ ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഒരു ബിഗിനിങ് ഉണ്ടാവും. അത് നമ്മൾ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിലപ്പോൾ അന്വേഷിക്കാറില്ല. പക്ഷെ ചിലതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അന്വേഷിക്കാറുണ്ട്. ഇപ്പൊ ലൈക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പോലെ തന്നെ വെൻ യു ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ യു മേ സംടൈംസ് വണ്ടർ വെൻ ഡിഡ് പീപ്പിൾ ബിഗിൻ ടു ഡ്രിങ്ക് ടീ ഓർ കോഫി. നമ്മളിവിടെ ഒരു ചായ കുടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് എപ്പോഴായിരിക്കും ആളുകൾ ചായ കുടിക്കാനോ അല്ലെങ്കിൽ കാപ്പി കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ആലോചിക്കാറുണ്ട്. ഇതിന് നമുക്ക് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം. നമുക്ക് എന്തുണ്ടാവാറുണ്ട്? ചരിത്രത്തെ കുറിച്ച് അറിയാനുള്ള, പാസ്റ്റിനെ കുറിച്ച് അറിയാനുള്ള എന്തുണ്ടാവാറുണ്ട്? ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എല്ലാ ഘട്ടത്തിലും ഉണ്ടാവണമെന്നില്ല. അറ്റ് ദ സെയിം ടൈം ചില കാര്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പെർട്ടിക്കുലർ ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പീരിയഡ്സ് എന്ന് പറയും, അതായത് കാലഘട്ടം എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു സെഞ്ചുറി അല്ലെങ്കിൽ ഈ ഒരു കാലത്തിലാണ് തുടങ്ങിയത് എന്ന് നമ്മൾ എന്ത് ചെയ്യും? കണക്കൂട്ടും. ഈ വർഷം എന്ന് പറയുന്നതിന് പകരം ഈ ഒരു കാലത്താണെന്ന് നമ്മൾ എന്ത് ചെയ്യും? പറയും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ. സാർ ഒരു എക്സാമ്പിൾ കൂടി പറയാം. വെൻ യു ട്രാവൽ ഓൺ ട്രെയിൻ യു മേ ആസ്ക് യുവർ സെൽഫ് വെൻ വെർ പീപ്പിൾ റെയിൽവേ ബിൽഡ് ആൻഡ് ഹൗ ഡിഡ് പീപ്പിൾ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ബിഫോർ ദ ഏജ് ഓഫ് റെയിൽവേസ്. നമ്മളൊരു എന്താണ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നാം അല്ലെ, എപ്പോഴായിരിക്കും റെയിൽവേ ആരംഭിച്ചിട്ടുണ്ടാവും? റെയിൽവേ ആരംഭിക്കുന്നതിന് മുമ്പ് ലോങ് ഡിസ്റ്റൻസ് എന്താ പറയാ ട്രാവലൊക്കെ എങ്ങനെയായിരുന്നു, ജേർണിയൊക്കെ എങ്ങനെയായിരുന്നു ആളുകൾ ചെയ്തിട്ടുണ്ടാവുക? ഇങ്ങനെയൊക്കെ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതാണ് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്ത് വേണം? എപ്പോഴാരംഭിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. അപ്പൊ നമ്മുടെ അവിടെ കൃത്യമായിട്ട് എന്ത് നോട്ട് ചെയ്ത് വെക്കണം? ഈ വർഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റണം. അപ്പോൾ ഹിസ്റ്ററിയിൽ എന്തിനു വലിയ പ്രാധാന്യമുണ്ട്? ഡേറ്റ്സിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ക്രോണോളജിക്കലി ആണ് ഹിസ്റ്ററി എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡേറ്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓരോ ഇവന്റ്സും നമ്മളുടെ റിലേഷൻ മനസ്സിലാക്കാനും എന്തിലൂടെ സാധിക്കുന്നുണ്ട്? ഈ ഡേറ്റ്സിലൂടെ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഓരോ പാർട്ടും ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളായിട്ട് സാർ എന്ത് ചെയ്യുന്നുണ്ട്? പല ക്ലാസ്സുകളിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ. ബൈ.